ശ്രീനാഥ് ബാസി പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമായ പൊങ്കാലയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ചിത്രത്തിലെ പ്രധാന രംഗങ്ങൾ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ചിത്രത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ച ഫൈസൽ ഷാ തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് മൊബൈലിൽ ഷൂട്ട് ചെയ്ത സിനിമയുടെ രംഗങ്ങൾ പുറത്തുവിട്ടത്. കൂടെ നിന്ന് ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയ ഒരു പയ്യനാണ് ഇത് ചെയ്തെന്ന് എനിക്ക് സങ്കടമായിപ്പോയത്. ഫോണിൽ നമ്മുടെ അനുവാദം കൂടാതെ ഈ സാധനം റെക്കോർഡ് ചെയ്തിട്ട് അവൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സിനെ കൂട്ടാനും അവനെ വ്യൂസിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും 10 കോടി രൂപ മുടക്കിയൊരു സിനിമയുടെ ക്ലൈമാക്സ് സീനിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ളൊരു പോർഷൻ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാൻ നിസ്സാര കാര്യമാണ്. ഫൈസലിൻ്റെ നടപടിക്കെതിരെ സംവിധായകൻ AB ബിനിൽ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. എനിക്കിപ്പോൾ ആ സാധനം റീഷൂട്ട് ചെയ്യണം, ആ അവസ്ഥയിലേക്ക് എത്തി ഞാൻ. അതിൻ്റെ ചിലവ് എന്താണെന്ന് വെച്ചാൽ ഇവൻ തരണം. എനിക്ക് 10 കോടി രൂപ എനിക്ക് തന്നാൽ മാത്രമേ എനിക്ക് ഇനി സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ള അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഉൾപ്പെടെയുള്ള പ്രധാന രംഗങ്ങളാണ് പുറത്തു വന്നത്. നമ്മൾ അവരെ വിശ്വസിച്ചിട്ട് കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഷൂട്ട് ചെയ്യിപ്പിക്കുന്നത്, സ്റ്റിൽ എടുപ്പിക്കുന്നത്. ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഇങ്ങനെയൊക്കെ തോന്നിവാസം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഒരാൾക്ക് ഇത് വരാൻ പാടില്ല. അവൻ ഇനി ഇങ്ങനെ ചെയ്യരുത്. ഒരു സഹസംവിധായകന്മാരും ഇതുപോലുള്ള പണി കാണിക്കരുത്. വൈപ്പിൻ ചെറായി ഭാഗങ്ങളിലായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ്. 2000 കാലഘട്ടത്തിൽ വൈപ്പിൻ മുനമ്പം തീരദേശത്ത് നടന്ന ഒരു സംഭവകഥയാണ് ചിത്രം പങ്കുവയ്ക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.